ഇത് പിന്നെ എന്താ ഉണ്ടായെന്നറിയോ, ഇത് കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നല്ല, ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മളിത് തേച്ച് കഴിഞ്ഞാൽ കുറേ നാളത് നിൽക്കും, പോവില്ല കഴുകുമ്പോൾ ഒക്കെ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഇത് എന്നിട്ട് നന്നായി പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് പണിയെടുപ്പിച്ചതാണിത്. പക്ഷേ പിന്നെയും അതിൽ നിന്ന് പെയിൻറ്റ് പോകുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഇനി തുണിയുടെ ആണോ പെയിൻറ്റിന് എന്തായാലും ഇത് കണ്ടോ, ഞാൻ എൻ്റെ ചുരിദാറുമ്മ ഇതെനിക്ക് വലിയ വരയ്ക്കാനൊന്നും വലിയ പിടുത്തമൊന്നുള്ള ആളല്ല. പക്ഷേ ഞാനിത് ചെയ്തിട്ടിപ്പം ഒരു 2 വർഷത്തിന് മേലെ ഇത് ചെയ്തിട്ട് ഞാൻ കഴുകുമ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അത് ഞാൻ ചെറിയ സീക്വൻസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാനൊരു ഭംഗിക്ക്. ഇത് ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. അത് ആളുടെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ചെയ്തതാണ് ഈ വർക്ക്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ചെയ്തതാണിത്. കണ്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ, എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പോളിക്കോട്ടനാണ്, ഇതൊരു പോളിക്കോട്ടൻ കൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. പക്ഷേ ഇതിനെന്തോ ഒരു കണ്ടോ മിനുസാണോ തുണിയുടെ എന്തോ ഒരു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, നിൽക്കണില്ല. അനിയൻ ആർട്ടിസ്റ്റാണ്, അനിയൻ നന്നായി വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താമരയൊക്കെ നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഫൈനൽ. ഇപ്പോൾ എന്തെങ്കിലും എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. തുണിയുടെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ തുണിയിൽ ഏത് പെയിൻ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിയണവരൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ.